തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് നയൻതാര. തന്റെ കരിയറിൽ പലവിധ പ്രതിസന്ധികൾ വന്നിട്ടും തളരാതെ മുന്നോട്ടു പോയ അവർ തമിഴ് സിനിമയിലെ അഭിവാജ്യ ഘടകമായി മാറുകയായിരുന്നു. മലയാളിയായ നയൻതാര തുടക്കത്തിൽ അഭിനയിച്ചത് മലയാള ചിത്രങ്ങളിൽ തന്നെയായിരുന്നു. പിന്നീടാണ് അവർ തന്റെ ചുവട് മാറ്റിയത്. തമിഴിൽ അവസരം കിട്ടിയതോടെ പൂർണ്ണ ശ്രദ്ധ അവിടേക്ക് മാറ്റുകയായിരുന്നു. 2 പതിറ്റാണ്ടോളമായി അവിടെ സജീവ സാന്നിധ്യമായി മാറിയ നയൻസിന് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയും സിനിമാ ലോകത്ത് സമ്മാനിക്കപ്പെട്ടു. എന്നാൽ കരിയറിൽ ഇത്രത്തോളം വിവാദങ്ങളിലും ഗോസിപ്പുകളിലും ചെന്നപ്പെട്ട മറ്റൊരു താരമില്ല എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് നയൻതാര സിനിമയിൽ തുടക്കമിട്ട കാലം മുതൽ അവരെ തേടി വിവാദങ്ങൾ വന്നിരുന്നു. പ്രണയവും വിവാഹവും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പോഴിതാ താരത്തിന്റെ സംഭവബഹുലമായ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നതും സിനിമയിൽ എത്തിയതുമൊക്കെ എങ്ങനെയെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. നയൻതാരയുടെ പ്രണയബന്ധങ്ങളെ കുറിച്ചും അദ്ദേഹം മനസ്സ് തുറന്നു തന്നെ സംസാരിക്കുന്നു. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. തിരുവല്ലക്കാരി ഡയാന കുര്യൻ ചമയം എന്ന കൈരളി ചാനലിലെ പരിപാടിയിലൂടെയാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെ ഫാസിൽ ശുപാർശ ചെയ്തതാണ് നയൻതാരയ്ക്ക് മനസ്സിനക്കരയിൽ വേഷം കിട്ടുന്നത്. അവിടെ വെച്ചാണ് താരത്തിന്റെ പേര് മാറുന്നത്. പിന്നീട് തമിഴിലേക്ക് ചേക്കേറി ശരത് കുമാറിന്റെയും രജനീകാന്തിന്റെയും നായികാവേഷം ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടു. ഇവിടെ മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേര് ചാർത്തി കിട്ടാനായി കടുപിടി നടക്കുമ്പോൾ അവിടെ തമിഴ്നാട്ടിൽ ഒരു മലയാളി നടിക്ക് ലേഡി സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ചിട്ടും അയ്യോ അതെനിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സിനിമയിൽ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകരുത്ത് തന്നെയാണ് നയൻതാര എന്ന് പറയും. അവരുടെ ആദ്യ പ്രണയം ചിമ്പു എന്ന് വിളിക്കുന്ന ചിലംബരസനുമായിട്ടായിരുന്നു. എന്നാൽ അവർ തമ്മിലുള്ള സ്വകാര്യ നിമിഷത്തിൽ പകർത്തിയ ചിത്രങ്ങളിൽ പലതും വെളിയിൽ പ്രചരിച്ചതാണ് അവർ തമ്മിൽ പിണങ്ങാനും പിരിയാനുമായിട്ടുള്ള കാരണമായി മാറിയത്. ആ ബന്ധത്തിൽ നിന്ന് നയൻതാര പിന്മാറിയത് ഒരു തരത്തിൽ നന്നായി എന്നാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. എന്നാൽ രണ്ടാമത്തെ പ്രണയത്തിൽ ചെന്നുപെട്ടതാണ് അവരെ കൂടുതൽ പുലിവാല് പിടിപ്പിച്ചത്. പ്രഭുദേവയുമായുള്ള പ്രണയം ദൃഢമായപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അവർ കയ്യിൽ പച്ചകുത്തുകയും ചെയ്തു. ഇവരുടെ പ്രണയം തമിഴ് ചലച്ചിത്ര മേഖലയിൽ വലിയ സ്ഫോടനാത്മ വാർത്തകയായി പ്രചരിക്കുകയും ചെയ്തു. അപ്പോൾ പ്രഭുദേവയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നു. ജനങ്ങളും അവർക്കൊപ്പം ചേർന്നു നിന്നു. ഇതോടെ ഗത്യന്തരമില്ലാതെ ആ ബന്ധം ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഇതൊക്കെയും ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിലും അവരുടെ മാർക്കറ്റിന് യാതൊരു ഇടിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനോടകം തന്നെ നയൻതാര 100 കണക്കിന് കോടി സമ്പാദിച്ചിരിക്കുന്നു. ആഡംബര വീടുകൾ, ആഡംബര കാറുകൾ, തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി ഭൂമി, ദുബായിലെ ഒരു പെട്രോളിയം കമ്പനിയിൽ 100 കോടി രൂപയുടെ നിക്ഷേപം, കൂടാതെ സ്വന്തമായി ഒരു സ്വകാര്യ വിമാനവും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും വലിയൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയിരിക്കുന്നത്. മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത് ആലപ്പി അഷ്റഫിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്നുള്ള തരത്തിലുള്ള കമന്റുകളാണ് ഉയർന്നു വരുന്നത്.